നമ്മളെ കേരളത്തിൽ ഒരു 5 കൊല്ലം മുമ്പേ ഹിറ്റായ ഒരു സാധനമാണ് ഈ പൈ കോയിനും അതിൻ്റെ മൈനിങ് എല്ലാം. ഇപ്പോൾ ഈ 2025 ഫെബ്രുവരി 20 ആ പൈ കോയിൻ 1-2 എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോന്റെ തമ്പനയിൽ കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇതൊരു സ്കാം ആണോന്ന്. അതേ സംശയം എനക്കും ഉണ്ട്. അതിനൊരു 7 കാരണങ്ങളും ഉണ്ട്. അതിൽ ഒന്നാമത്തത് നോ ട്രാൻസ്പെറൻസി. അതായത് പൊതുവേ ഇങ്ങനത്തെ ഈ പരിപാടിൻ്റെ എല്ലാം ഈ സോഴ്സ് കോഡ് ഓപ്പൺ ആയിരിക്കും, എന്നാൽ ഈ സാധനത്തിൻ്റെ സോഴ്സ് കോഡ് ക്ലോസ്ഡ് ആണ്. രണ്ടാമത്തത് നോ വാല്യൂ. അതായത് ഇതിൻ്റെ ഒരു ഉപയോഗം എന്തെന്ന് ഇതുവരെയായിട്ട് ഡെവലപ്പേഴ്സ് പറഞ്ഞിട്ടില്ല. മൂന്നാമത്തത് ഡാറ്റ പ്രൈവസി. ഇപ്പം നമുക്ക് കൈമില്ല ഈ പൈ കോയിൻ നമുക്ക് കിട്ടണമെങ്കിൽ KYC ചെയ്യണം. അപ്പോൾ ഈ നമ്മൾ ഈ KYC എഴുതിയ ഡീറ്റെയിൽസ് എല്ലാം ഇവർ ഏടെ വെക്കുന്നത് എന്തെന്ന് വെക്കുന്നതെന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് ഏടിയും പറഞ്ഞിട്ടില്ല. നാലാമത്തത് നോ ക്ലിയർ റോഡ് മാപ്സ്. അതായത് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ മൈൽ സ്റ്റോണോ എന്താണെന്നോ അല്ലാണ്ട് അതെങ്ങനെയാണെന്ന് പോകുന്നതെന്നോ ഇതുവരെ ആരും ഏടി പറഞ്ഞിട്ടില്ല. അഞ്ചാമത്തത് ഇൻ ആപ്പ് ആഡ്സ്. പൊതുവേ ഇതുപോലത്തെ പരിപാടിയിലൊന്നും ആഡ്സ് ഉണ്ടാവില്ല, പക്ഷെ ഈ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറേ ആഡ്സും കുറേ ആവശ്യമില്ലാണ്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം കാണാൻ പറ്റും. ആറാമത്തത് നോ റെക്കഗ്നേഷൻ. വേൾഡിൽ ടോപ്പ് 5 ഉള്ളിൽ വരുന്ന ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചാണ് ബൈബിറ്റ്. അതിൻ്റെ CEO ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതേപോലത്തെ ഡൂപ്ലി സ്കാം കോയിൻ ഒന്നും നമ്മൾ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനാവില്ല. ഏഴാമത്തത് എക്സിറ്റ് സ്കാം. അതെന്താ വെച്ചെങ്കിൽ ഇവർ ഈ ഇൻ ആപ്പ് ആഡ്സ് എന്നെല്ലാം കുറേ റവന്യൂ എല്ലാം ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇതെല്ലാം പൂട്ടിക്കെട്ടി പോകാനും മതി. അപ്പോൾ ഈ ഒരു പൈ കോയിനെ പറ്റിയിട്ടുള്ള എൻ്റെ കൺസേൺസ് ഇതെല്ലാം. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇത്രയെല്ലാം കാര്യമായിട്ട് ഇത് പറയുന്നത് എന്തിനു വെച്ചെങ്കിൽ ഈ KYC മീൻ്റെ ഈ പരിപാടിയെല്ലാം ഞാനും ചെയ്തതാണ്. അപ്പോൾ പെടുമ്പോൾ ഞാനും ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ കുറച്ച് കൺസേൺസ് ആണ് ഞാൻ നിങ്ങളെ അറിയിച്ചത്. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ.